ഞാൻ 2.5 വർഷം അറിയാലോ, 2.5 വർഷം മരുഭൂമിയിൽ തനിച്ച് ജീവിച്ച ഒരാളാണ്. ഒരു തരം നാറാണത്ത് ജീവിതം. എൻ്റെ വീട്ടുകാരൊഴികെ ബാക്കിയുള്ളവർക്കൊക്കെ സംശയമായി. കാരണം വേറെ പണിയൊന്നുമില്ലല്ലോ, അവൻ ചിലപ്പോൾ കട്ടതാവാം. തോർത്തുമുള്ളിൽ കിഴി മണൽ പോലെ കെട്ടിയാണ് അടിച്ച്. സൈബർ പോലീസുകാർ തൃശ്ശൂർ സമാനമായ എത്ര കേസുകൾ ഇന്ത്യയിൽ താൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കുന്നു. അതിലൊരു ഷോർട്ട് ഫിലിമിൽ എന്നെ പോലീസ്, പക്ഷെ അത് പൃഥ്വിരാജിനെ പോലെ അത്രയും ഫേമസ് അല്ലാത്തതുകൊണ്ട് ആരും അധികം അറിഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ 1 ലക്ഷം രൂപയോളം അന്നത്തെ കാലത്ത് നഷ്ടപ്പെട്ടു. അങ്ങനെ ആ കുട്ടി നടന്ന് ഈ അമ്മയുടെ ശവകുടീരത്തിൻ്റെ അവിടെ എത്തിയിട്ട്, അമ്മ എന്നെ ആർക്കും വേണ്ട കേട്ടോ, ജീവിതത്തിലെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ നമ്മൾ മാറി നിന്ന് കാണാൻ ശ്രമിച്ചാൽ അതൊക്കെ നമ്മുടെ കാമ്പായിട്ട്. ഈസി ടോക്സ് PC ടെയിൽസ്, സംഗീത ലോകത്തിന്റെ ശബ്ദങ്ങളെ അനുസ്മരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ ഇടം, ദ സൗണ്ട്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിന്റെ പേര് ഞാൻ ആദ്യം പറയുന്നില്ല, വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. 2025 ഏറെ ചർച്ചയായ ഒരു സിനിമയായിരുന്നു എമ്പുരാൻ. 2024 ആടുജീവിതവും കുടുംബ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചൊരു സിനിമയായിരുന്നു. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ ബ്ലെസി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് തകർത്തഭിനയിച്ച ഒരു സിനിമയായിരുന്നു. ഈ ഒരു സിനിമ ഇറങ്ങിയതിനു ശേഷം ഒത്തിരി മലയാളികൾ, പ്രവാസ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അനുഭവിച്ച കുറേ ദുരിത ജീവിതത്തെ പറ്റി ഒത്തിരി ആളുകൾ സംസാരിക്കുകയുണ്ടായി. ഈ ആടുജീവിതം എന്ന സിനിമയ്ക്ക് മുൻപ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാൾ അവിടെ പോയി ഒത്തിരി ദുരിതങ്ങൾ അനുഭവിച്ചത് നോവലാക്കി സിനിമയാക്കിയിരുന്നു. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്, റഷീദ് പാറക്കൽ. നമസ്കാരം സർ. നമസ്കാരം. വടക്കാഞ്ചേരിക്കാരനാണ് അല്ലേ? വടക്കാഞ്ചേരിയിൽ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? വടക്കാഞ്ചേരിയിൽ ഇടയ്ക്ക് വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട്. വെള്ളപ്പൊക്കം? വാഴാനി ഡാം എന്ന് പറയുന്ന ഒരു ഡാമുണ്ട്. ആ ഡാമിൻ്റെ അരികിലാണ് ഞാൻ ഇപ്പോൾ വീട് വെച്ചത്. ആ വീട് വെച്ചതിന് ശേഷം ഇപ്പോൾ അടുത്ത 3 വർഷം ആയി വെള്ളം പൊങ്ങുന്നു. വീടിൻ്റെ അര വരെ വെള്ളം കയറാറുണ്ട് എന്നാണ് വിശേഷം. കുടുംബം വൈഫ്, 2 മക്കള്, അമ്മ. അച്ഛൻ മരിച്ചുപോയി. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു. പണ്ടും ഇതുപോലെ വൈദ്യുതിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ വീടിന്റെ ഭാഗത്ത്? വൈദ്യുതി ഇല്ലായിരുന്നു. ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് ഒരു 6-7 വർഷം കഴിഞ്ഞിട്ടാണ് കറണ്ട് കിട്ടിയത്. അത് ഞങ്ങൾ ആദ്യം താമസിച്ച വീടിൻ്റെ മുന്നിൽ ഹൈവേ റോഡ് വന്ന് ബൈപ്പാസ് റോഡിന് സ്ഥലം അളന്നത് പോയി. അപ്പോൾ അതുകൊണ്ട് ആ റോഡ് ശരിയാവാതെ വൈദ്യുതി ഇങ്ങോട്ട് കിടക്കില്ല, അപ്പുറത്തുണ്ട്. അപ്പോൾ ഇതിലെ വൈദ്യുതി പോസ്റ്റ് വരില്ല, കാരണം റോഡ് ടാർ ചെയ്തിട്ട് അത് വാഹനം ഓടുന്നതിന് ശേഷം ഈ സൈഡിലേക്ക് വൈദ്യുതി കിട്ടുള്ളൂ. ഈ സൈഡിൽ ആകെ ഒരു വീടേ ഉള്ളൂ ഞങ്ങളുടെ. അതായത് എൻ്റെ വീടിൻ്റെ ഒരു 15 സെൻറ്റ് സ്ഥലത്തിൻ്റെ 10 സെൻറ്റും റോഡിന് പോയി, ബാക്കി 5 സെൻറ്റിലായിരുന്നു വീട്. ആ റോഡ് താഴത്തേക്ക് ഇങ്ങനെ റോഡ് മാന്തി ഞങ്ങൾ ഒരു 18 ചവിട്ടുപടിയുള്ള വീടായി മാറി. അതുകൊണ്ട് ഞാൻ അയ്യപ്പ ഗാനങ്ങളൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ വൈദ്യുതി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈദ്യുതി ഇല്ലാത്തൊരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചിട്ടൊരു പെൺകുട്ടിയെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട്, നമ്മുടെ വീട്ടിലൊക്കെ കുറച്ച് നേരം കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടില്ലേ. അപ്പോൾ തീരെ കറണ്ടില്ലാത്തൊരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഞാൻ വൈദ്യുതി ഇല്ലാത്തൊരു വീട് അന്വേഷിച്ച് നടന്നിട്ട് എന്നാണ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നത്, ചുരുക്കി പറഞ്ഞ്. അങ്ങനെ വൈദ്യുതി ഇല്ലാത്ത വീട്ടിൽ നിന്ന് വൈദ്യുതി ഉള്ളൊരു വീട്ടിലേക്ക് മാറണം എന്നുള്ളൊരു ആത്മവിശ്വാസം. പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ ആ വീട് ബൈപ്പാസ് വരികയും വാഹനങ്ങളുടെ ആംബുലൻസിൻ്റെ ശബ്ദം സംഗീതമാവുകയൊക്കെ ചെയ്തപ്പോൾ പതുക്കെ അവിടുന്ന് അത് വിറ്റിട്ട് ഞങ്ങൾ ഒരു പുഴയുടെ തീരത്തേക്ക് മാറി. പുഴയുടെ തീരത്ത് എപ്പോഴും വെള്ളം പൊങ്ങി തുടങ്ങി. അന്നത്തെ വെള്ളം ഉണ്ടായിരുന്നില്ല, വെള്ളം പൊങ്ങി തുടങ്ങി. എങ്കിലും ഉള്ളത് സന്തോഷവാനാണ്. അതൊക്കെ നമുക്ക് ഒരു കണ്ടന്റുകളായിട്ട് കഥ എഴുതാനും അതിനൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കിട്ടുന്നത് കൊണ്ട് അങ്ങനെ കടന്നു പോകുന്നു. ജീവിതമാണ് അപ്പം എല്ലാ എഴുത്തും സംഗീതവും. ഞാൻ 2.5 വർഷം അറിയാലോ, 2.5 വർഷം മരുഭൂമിയിൽ തനിച്ച് ജീവിച്ച ഒരാളാണ്. ആടുജീവിതം പോലെ എന്ന് പറയും. പക്ഷെ അത് തക്കാളി കൃഷി ചെയ്ത് വലിച്ചെറിയുന്നൊരു തൊഴിലായിരുന്നു, ഒരു തരം നാറാണത്ത് ജീവിതം. ഞാനതിനെ വിധിയായിട്ട് കണക്കാക്കാതെ, അതായത് 8 കിലോമീറ്റർ പോയാലാണ് ഒരാളെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഗതികേടായിട്ട് കാണാതെ ഞാനത് എന്ത് ചെയ്തു, നമുക്ക് കിട്ടിയൊരു അനുഗ്രഹമാണെന്ന് കരുതി ഞാനത് വന്ന് നോവലാക്കി. ഒരു തക്കാളി കൃഷിക്കാരൻ്റെ സ്വപ്നങ്ങൾ എന്ന പേരിൽ. അത് ബെന്യാമിൻ്റെ ആടുജീവിതവും എൻ്റെ തക്കാളി കൃഷിക്കാരൻ്റെ സ്വപ്നങ്ങളും ഒരു ടീമാണ് ഇറക്കിയത്, ഗ്രീൻ ബുക്സ് ആണ്. അപ്പോൾ ആടുജീവിതം ഫേമസ് ആയപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ പ്രവാസ ജീവിതം തന്നെയായിരുന്നു എൻ്റെ സ്വന്തം അനുഭവമായിരുന്നു.
അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായി, ഇനി ആടുജീവിതത്തിന് മുന്നേ സിനിമയാക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് സമീർ എന്ന് പറയുന്ന സിനിമ ചെയ്തത്. എങ്ങനെയായിരുന്നു അവിടേക്ക് എത്തിപ്പെടുന്നതും അവിടെ ഉണ്ടായിരുന്ന പ്രവാസ ജീവിതത്തിൽ ഉണ്ടായത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ചുരുക്കി പറയാം. അതിപ്പോൾ ഒന്നുമില്ല, എല്ലാവരും ഗൾഫിലേക്ക് പോകുന്ന പോലെ ഞാനും പോയി. നമ്മുടെ ഒരു അമ്മാവിൻ്റെ മകനാണ് കൊണ്ടുപോയത്. പക്ഷേ അത് നമുക്ക് അറിയില്ല എവിടെയാണെന്നൊന്നും. ചെന്ന് നോക്കിയപ്പോൾ ഒരു മരുഭൂമിയിൽ ഒരു 6 ഏക്കർ സ്ഥലം, ഒരു തോട്ടം പോലെ, തോട്ടം എന്നാണ് പറയുക, പക്ഷെ വെറും മരുഭൂമിയാണ്. അവിടെ 4 സൈഡിലും ഈ ചാക്ക് കൊണ്ട് ഈന്തപ്പന ഓല കൊണ്ടും വെയിൽ കെട്ടിയിട്ടുണ്ട്. വേറെ ഒന്നും അതിനകത്തില്ല. നമുക്ക് കിടന്നുറങ്ങാൻ തകരത്തിൻ്റെ ഒരു ഷെഡുണ്ട്. മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അത്തരം ഒരുപാട് തോട്ടങ്ങൾ എന്നാണ് പറയുക ഉണ്ട്. അവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ചെറിയ ഈന്തപ്പനകളുണ്ട്, ഒരു 10-60ഓളം. അതിന് മോട്ടർ അടിച്ചിട്ട് അല്ലെങ്കിൽ കുഴൽക്കിണറിന്ന് വെള്ളം നനയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് പണിയാന്ന് നമുക്കറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് മനസ്സിലായി അവിടെ തക്കാളി കൃഷി ചെയ്യുകയാണ് എന്ന്. തക്കാളി കൃഷി ചെയ്യാനും അതിൻ്റെ കുറേ ഫെസിലിറ്റികളുണ്ട്. അതൊക്കെ ചെയ്യാനൊക്കെ പുറത്തുനിന്ന് ആൾ വരും. അത് കഴിഞ്ഞ് പിന്നെ വെള്ളം നനയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട് കുറേ നാൾ. ഇത് വളർന്ന് വലുതാവുന്നവരെ അത് ഒറ്റയ്ക്കേ വേണ്ടു. അപ്പോൾ അത് നമ്മളെ ഏൽപ്പിച്ചു. അപ്പോൾ ഞാനിങ്ങനെ വെള്ളം നനയ്ക്കും. അങ്ങനെ 6 മാസം തനിച്ചിങ്ങനെ ജീവിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി കരീം എന്ന് പറയുന്ന ഒരാളുടെ കട ഒരു 8 കിലോമീറ്റർ അപ്പുറത്തുണ്ടെന്ന്. അങ്ങനെ മലയാളിയുടെ കട. അപ്പോൾ അതുവരെ ആ കടയിലേക്ക് വേറെ തൊട്ടപ്പുറത്തൊരു ബലൂജി അമീർ എന്ന് പറഞ്ഞ ഒരാളാണ് വാഹനത്തിൽ പോവുക. അയാൾ എനിക്ക് വേണ്ടി കുബൂസൊക്കെ വാങ്ങിച്ചുകൊണ്ടിരും. ഒരു ദിവസം അയാളുടെ വാഹനത്തിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ വാഹനത്തിൽ പോകുന്നതിന് പകരം നേരെ മരുഭൂമിയിലൂടെ നടന്ന് ഈ 8 കിലോമീറ്റർ നടന്നാൽ ഈ കരീം എന്ന് പറഞ്ഞ ആളുടെ കടയിലെത്തും. അവിടുന്ന് തിരിച്ചും എന്ത് ചെയ്യും, എൻ്റെ തോട്ടത്തിലൊരു ചുമന്ന ലൈറ്റ് കത്തിയിട്ട് കിടക്കും. ഒരു പുതിയ അറബി വീട് പണിയുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ആ ചുമന്ന ലൈറ്റ് ലക്ഷ്യം വെച്ചിട്ട് തിരിച്ചു നടക്കും. അങ്ങനെ ഒരു ജീവിതം ഉണ്ടായി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ റേഡിയോ പ്രോഗ്രാം കേൾക്കുന്നുണ്ട് ഇവിടെ, മലയാള പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു ഹെഡ്ഫോൺ പോലെ ഒരു റേഡിയോ വാങ്ങി സെറ്റ് ചെയ്ത് പിന്നെ ഫുള്ള് പാട്ട് കേട്ടിട്ട് ജീവിച്ചു. അങ്ങനെ 2.5 വർഷത്തോളം അങ്ങനെ ജീവിച്ചു. അങ്ങനെയാണ് അപ്പോൾ പാട്ടിലേക്ക് വരുന്നത് അല്ലേ? അല്ല, പാട്ടിലേക്ക് വരുന്നത് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ എഴുതണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ അങ്ങ് മരവിച്ചു പോകുന്നു. ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ അറിയാലോ. അത് സമീർ എന്നുള്ള സിനിമയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതുകൊണ്ട്, അത് യൂട്യൂബിൽ ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഞാനതൊരു പുസ്തക രൂപത്തിൽ വെറുതെ നോവൽ എന്നുള്ള അർത്ഥത്തിലല്ല എഴുതി കൊടുത്തതാണ്. അത് ആ വർഷത്തെ ഏറ്റവും മികച്ച നോവലിനുള്ള തനിമ പുരസ്കാരം കിട്ടി. അപ്പോൾ കൊള്ളാൻ തോന്നി. പിന്നെ പുസ്തകം വേഗം ചിലവായപ്പോൾ വീണ്ടും എഴുതാൻ പറഞ്ഞു. പിന്നെ പുസ്തകങ്ങൾ എഴുത്തായി. പാട്ടിൻ്റെ സെക്ഷനിലേക്ക് വരുന്നത് അതിന് മുന്നേ നമ്മുടെ കലാഭവൻ നവാസില്ലേ, അദ്ദേഹം ഫിലിമി തമാശ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഏഷ്യാനെറ്റിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പാരഡി പാട്ടുകൾ വേണമെന്ന് പറഞ്ഞു. അതങ്ങനെ വേണമെന്ന് പറഞ്ഞതല്ല, ഞാൻ എറണാകുളത്ത് ഇങ്ങനെ വന്നിരുന്നപ്പോൾ എന്നൊരു കൊതുക് കടിച്ചു. കൊതുക് കടിച്ചപ്പോൾ ഞാൻ ആ കൊതുകിനെതിരെ ഒരു പാട്ട് ഉണ്ടാക്കി. അത് നമ്മുടെ അന്നത്തെ ഒന്നാംകിളി പൊന്നാംകിളി എന്നുള്ള പാട്ടില്ലേ, അതിലിങ്ങനെ എറണാകുളം കാണാനായി ഒരു നാളിൽ പോയിട്ടെന്നുറങ്ങാനായി മുറി നോക്കിയിട്ട് അതിനുള്ളിൽ കയറിയിട്ട് മിഴി രണ്ടും പൂട്ടുമ്പോൾ മൂളിപ്പാട്ടോടെ കൊതു അങ്കിട് കുത്തിങ്കിട് കുത്തായി കൊതുകുണ്ടെന്നാണ്ടവനെ ഗതിയുണ്ടാക്കേണ്ടവനെ തിരിവച്ചാലും വലയിട്ടാലും കൊതു കുത്താനോടി വരും എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒരു പാട്ട്. അപ്പോൾ അത് നവാസ് പറഞ്ഞു, ഞാനത് ചാനലിൽ ചെയ്യാം, ചെറിയ പൈസയും തരാം, അടുത്ത പാട്ട് എഴുതിക്കോളാം. അങ്ങനെ അങ്ങ് പാട്ട് 100 ചില്ലറ പാട്ടുകൾ എഴുതി. അന്നത്തെ ട്രെൻഡ് അനുസരിച്ച് കുറേ പാട്ട് ഗാനങ്ങൾ. അതിൽ കണ്ണുനീർ വറ്റിയിട്ടും സീരിയൽ കാണുന്ന അമ്മ പെങ്ങന്മാരേ എന്ന് പറഞ്ഞിട്ടൊരു അങ്ങനെ ചില പാട്ടുകൾ. അതുപോലെ പ്രായം നമ്മിൽ മോഹം നൽകി എന്നുള്ള പാട്ടില്ലേ, അതിന് പകരം ഏതോ തന്ത ജന്മം നൽകി ഒട്ടിയിരിക്കണ വയറും നൽകി തീയാൽ കവിളിൽ പാടും നൽകി കയ്യിൽ പിച്ച പാത്രം നൽകി കടയുടെ തിണ്ണകൾ വീടായി നൽകി കൊച്ചിൽ തന്നെ പ്രാക്ടീസ് നൽകി അമ്മേ ധർമ്മം തരണേ എന്നൊക്കെ പറ പാരഡി പാട്ടുകൾ. അങ്ങനെ കുറേ കോമഡി പാട്ടുകൾ കുറേ എഴുതി. നിലവിലുള്ള എല്ലാ സിനിമാ പാട്ടുകളെ ഞാൻ കൊല വിളിച്ചു. കാരണം അതെന്തിനാന്ന് പറഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് ട്യൂണ് കിട്ടിയാലും പാട്ട് എഴുതാനുള്ള ധൈര്യം വന്നു. ഈ നാദിർഷൊക്കെ ഒരു പ്രോഗ്രാമിന് ഏറ്റവും മികച്ച പാരഡി ഗാനത്തിനുള്ള അവാർഡൊക്കെ തന്നിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതാനും പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമുക്കൊരു ട്യൂണിനനുസരിച്ച് ലിറിക്സ് എഴുതാനുള്ള ഒരു ധൈര്യം കിട്ടിയത് അങ്ങനെയാണ്. അതിന് ശേഷമാണ്
കൂട്ടുകാർ പറഞ്ഞത്, നീ ഇങ്ങനെ പാരഡി പാട്ടുകാരനായി മാറരുത്, നീ ഞങ്ങളൊരു പൈസ മുടക്കാം, ഒരു കാസറ്റ് ഇറക്കാം, നീ ഒരു പാട്ട് ചെയ്യുന്നു. അങ്ങനെ ശിവരാമൻ നാഗലശ്ശേരി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ട്യൂണ് തന്നിട്ട് ഞാൻ ആദ്യമായി എഴുതിയൊരു പാട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാം. രണ്ടുപേരും ഞാൻ മൂളാം. വേണോ? വേണം. പാട്ടുകാരനല്ല കേട്ടോ, ഞാൻ ആദ്യം എഴുതിയ പാട്ടായതുകൊണ്ട്. മഴ ചാറുമിടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പ് പോൽ കുളിർക്കാറ്റു പോലെ ചാരെ വന്നോളേ, എൻ്റെ ചാരെ വന്നോളേ. അങ്ങനെ ഒരു പാട്ട്. ആ പാട്ട് വിദ്യാധര മാഷാണ് പാടിയത്. പക്ഷേ റാസ ബീഗം എന്ന് പറയുന്ന റാസ അവർ പാടിയിട്ടാണ് വൈറലായത്. അതെ, ഞാൻ കേട്ടിരുന്നു. പിന്നീട് അങ്ങനെ പാട്ടിൻ്റെ മേഖലയിലേക്ക് പിന്നെ കുറേ പാട്ടുകൾ, റാസയ്ക്കൊക്കെ വേണ്ടി കുറേ പാട്ടുകൾ. കണ്ണോണ്ടൊരു കൊളുത്ത് കോർത്തത് ആദ്യം ഞാനല്ല എന്നൊരു പാട്ടുണ്ട്. അതുപോലെ മിഴി കൊണ്ട് മാത്രം പ്രണയം പറഞ്ഞാൽ അറിയാതെ നമ്മൾ അകന്നെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ. എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ടാവും? എണ്ണി നോക്കിയിട്ടുണ്ടോ? അങ്ങനെ നമ്മളത്ര ഫേമസ് ഒന്നുമില്ല. പക്ഷേ ഈ അയ്യപ്പ ഗാനങ്ങൾ, കൃഷ്ണഭക്തി ഗാനങ്ങൾ ഓരോ സീസണിലും അതിനനുസരിച്ച് ഇങ്ങനെ പലർക്കും വേണ്ടി എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ക്രോഡീകരിച്ചിട്ടില്ല. പലതും നമ്മുടെയാണെന്ന് എനിക്കല്ലാതെ ആർക്കും അറിയാത്ത കുറേ പാട്ടുകളുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒന്ന് സെറ്റാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പാട്ടുകൾ പലർക്കും അറിയായിരിക്കും, പക്ഷെ അതിന്റെ പിന്നിലുള്ള ആൾക്കാർ ആരാണെന്ന് പലർക്കും അറിയാം. അതിപ്പോ പൊതുവെ അങ്ങനെ തന്നെ. നമ്മളൊരു ഹിറ്റ് പാട്ട് കേൾക്കും, അത് ആരാന്നൊന്നും എത്ര പേര് ശ്രദ്ധിക്കും. പക്ഷെ നമുക്ക് ആഗ്രഹമുണ്ട്, ഇത് ഞാനാണ് എഴുതിയെന്ന്. നമ്മൾ ചില സ്ഥലത്ത് പാട്ട് കേൾക്കുമ്പോൾ മെല്ലെ അത് ചേട്ടാ അത് ഞാൻ എഴുതിയാന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല, നാണക്കേട് തോന്നും. ഈ ക്ലബ് ഹൗസൊക്കെ ഉള്ള സമയത്ത് ചില പാട്ടുകൾ ഇങ്ങനെ ചിലർ പാടുമ്പോൾ ഞാൻ ക്ലബ് ഹൗസിൽ അടിയിൽ നിന്ന് വന്നിട്ട് കൈയൊക്കെ കാണിച്ച് മുകളിലേക്ക് വന്നിട്ട് ചേട്ടാ ഒന്നും വിചാരിക്കാതെ ഞാൻ എഴുതിയത് അതുകൊണ്ട് വന്ന. അപ്പോൾ നമുക്കിത് പറയണം എന്നുണ്ട്, മനസ്സിലായ. പിന്നീട് എന്തെങ്കിലും നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഫേമസ് ആകുമ്പോഴല്ലേ ആൾക്കാർ ശ്രദ്ധിക്കുക, അയ്യോ അങ്ങനെയൊക്കെ ചെയ്ത ആളാണോ എന്ന്. അതുവരെ എല്ലാം അങ്ങനെയൊക്കെ തന്നെ. ഷോർട്ട് ഫിലിം സെക്ഷനിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഷോർട്ട് ഫിലിം ഇപ്പോൾ 17 ഷോർട്ട് ഫിലിമാണ് ഞാൻ ചെയ്തത്. ഈ 17 ഷോർട്ട് ഫിലിമിൽ 15 എണ്ണത്തിനും ഡയലോഗ് ഇല്ലാത്തതാണ്. 15 എണ്ണം കുഞ്ഞു ഷോർട്ട് ഫിലിമുകൾ 5 മിനിറ്റിൻ്റെ അകത്ത്. അത് ആദ്യത്തെ ഷോർട്ട് ഫിലിം പെട്ടെന്ന് അങ്ങനെ തോന്നലുണ്ടാവുകയും ഞാനും എൻ്റെ മകനെ വെച്ചുകൊണ്ട്, മകൻ്റെ പ്രായമുള്ള 4 കുട്ടികളെ വെച്ചുകൊണ്ട് ഒരു പരിപാടി, അതായത് മീൻ പിടിക്കാൻ വേണ്ടി പോവുക. കുട്ടികൾ ഈ ചൂണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ 5 മിനിറ്റിൽ 4 മിനിറ്റ് അതിൻ്റെ പണികളാണ്. അവസാനം പുഴയിലേക്ക് എത്തുമ്പോൾ പുഴയില്ല. അങ്ങനെ ഈ 4 മക്കളും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആ ഫീല് ഞാൻ ചിത്രീകരിച്ചിട്ട് ചുമ്മാ പാലക്കാട് ഇൻസൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് അയച്ചു കൊടുത്തു. എനിക്ക് ആകെ ചിലവ് വന്നത് 1400 രൂപയാണ് അന്ന്. അതിൽ 400 രൂപ അവർക്ക് ഇറച്ചും പൊറോട്ടയും വാങ്ങിച്ചു കൊടുത്തതാണ്. ബാക്കി 1000 രൂപയാണ് ക്യാമറാമാനും എഡിറ്റർക്കും കൂടി കൊടുത്ത് ഈ കല്യാണം പിടിക്കുന്ന ക്യാമറ കൊണ്ട് ചെയ്താണ്. പറഞ്ഞു വരുന്നത് അന്നത്തെ കാലത്ത് ഒന്നാം സമ്മാനം 50,000 രൂപയാണ്. അത് ഒന്നാം സമ്മാനം എനിക്ക് തന്നു. അപ്പോൾ എനിക്ക് കൊള്ളാൻ തോന്നി. അപ്പോൾ അത് ഞാൻ ഏഷ്യാനെറ്റിന് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ ഏഷ്യാനെറ്റ് ഫസ്റ്റ് കട്ടിൻ്റെ ഒരു അവാർഡ് ഡയറക്ടർ കമൽ സാറും സിബി മലയിൽ സാറും കൂടിയിട്ടാണ് ഇതിന് തന്നത്. പിന്നെ ദേശീയ തലത്തിൽ മികച്ച പരിസ്ഥിതി ചിത്രമായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ തോന്നിയത് കൊള്ളാം. അമേരിക്കയിലെ ഫൊക്കാനോ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവലുണ്ട്, അതിലും അവർ സെലക്ട് ചെയ്തു. അപ്പോൾ കൊള്ളാൻ തോന്നി. പിന്നെ അങ്ങനെ ഷോർട്ട് ഫിലിമുകൾ ഉണ്ടാക്കി. അതിലൊരു ഷോർട്ട് ഫിലിമിൽ എന്നെ പോലീസ് പിടിച്ചു. അതാണ് നമ്മുടെ അടുത്ത ചർച്ചാ വിഷയം അല്ലേ? അന്ന് CCTVയുടെ ഒരു ഒറിജിനൽ ആണ് കള്ളനാണ് എന്നൊക്കെ. CCTVയുടെ ക്യാമറയുടെ ആംഗിളിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഷോർട്ട് ഫിലിം. അതിൻ്റെ പ്രധാന വിഷയം യഥാർത്ഥ ദൈവത്തിനെ ഇപ്പോൾ ആർക്കും വിലയില്ല. CCTV ആണ് യഥാർത്ഥ ദൈവം എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു CCTVയുടെ അതേ ആംഗിളിൽ അതേ കളറിൽ ഞാൻ ഒരു ബൈക്കുകാരൻ ബൈക്ക് ഉന്തിക്കൊണ്ടുവന്ന് അയാളുടെ പേഴ്സ് അയാൾ ബൈക്കിൽ എന്തോ കംപ്ലൈൻറ്റ് വന്ന് കുമിനിഞ്ഞ് നിൽക്കുന്ന നേരത്ത് ഒരു കള്ളൻ നടന്നു വന്ന് ഈ പേഴ്സ് മോഷ്ടിക്കുകയും തിരിഞ്ഞു നോക്കിയപ്പോൾ CCTVയിൽ കുടുങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അയാൾ ഈ പേഴ്സ് കൊടുത്ത് കൈ കൂപ്പി കടന്നു പോകുന്നത് ചെയ്യുന്ന. അതിൽ അഭിനയിച്ച കള്ളൻ ഞാനായിരുന്നു. ഈ ബൈക്കുകാരൻ എൻ്റെ അനുജനായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് എൻ്റെ പേരും ഇതൊക്കെ. പക്ഷേ അത് അല്ലാതെ അതുവരെയുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് ഇത് യഥാർത്ഥ സംഭവം എന്ന് പറഞ്ഞിട്ട് അങ്ങ് വൈറലായി. ഒരു പക്ഷേ ഓർത്താൽ കിട്ടുമായിരിക്കും, പലരും കണ്ടിട്ടുണ്ട്.
പലരും നമ്മളെല്ലാവരും അത് ഒറിജിനൽ ആണെന്ന് വിചാരിക്കുള്ളൂ, കാരണം CCTVയുടെ അതേ ഫൂട്ടേജ് പോലെ തോന്നുന്നു. എന്നോട് ഡയറക്ടർ കമൽ സാറ് പറഞ്ഞത്, നീ അഭിനയിച്ചാൽ മതിയായിരുന്നു, ജീവിക്കേണ്ടായിരുന്നില്ല അതുപോലെ തെറ്റിദ്ധരിച്ചെന്ന് പറഞ്ഞു വരുന്നത്. അത്രയും ഒറിജിനാലിറ്റി തോന്നിയതുകൊണ്ടായിരിക്കാം അതങ്ങ് വൈറലായിട്ട് പിന്നെ എൻ്റെ വീട്ടുകാരൊഴികെ ബാക്കിയുള്ളവർക്കൊക്കെ സംശയമായി. കാരണം വേറെ പണിയൊന്നുമില്ലല്ലോ, അവൻ ചിലപ്പോൾ കട്ടതാവാം, പറയാൻ പറ്റില്ല. ട്രെയിനിലൊക്കെ കയറിയിട്ട് ആൾക്കാർ ഇങ്ങനെ മൊബൈൽ നോക്കിയിട്ട് എന്നെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇതാണോ കാണുന്നത്, വേറെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ തന്നെ അഭിനയിച്ചതുകൊണ്ടും ഒരുപാട് ഭാഷകളിൽ അത് വന്നു. അറബിയിലും ഇതിലൊക്കെ ഒരുപാട് ഭാഷകൾ ചാനലിൽ വന്നു. അവസാനം ആശിഷ് വിദ്യാർത്ഥി എന്ന് പറയുന്ന നടനില്ലേ, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഒരു തിരക്കഥ എഴുതുന്ന ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയമായിരുന്നു. അദ്ദേഹം അത് ഇത് എൻ്റെ സുഹൃത്ത് ചെയ്ത ഷോർട്ട് ഫിലിമാന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻ എക്സ്പ്രസ്സിലടക്കം വാർത്ത വന്നു, ദേശീയ തലത്തിലൊക്കെ വാർത്ത വന്നു. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടായിട്ട് സൈബർ പോലീസുകാർ തൃശ്ശൂർ സമാനമായ എത്ര കേസുകൾ ഇന്ത്യയിൽ താൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചിരുന്നു. സ്വാഭാവിക. പക്ഷെ എനിക്കത് പറയാനുള്ളത് എന്തിനറിയോ, നമ്മൾ കാണുന്ന പലതും യാഥാർത്ഥ്യമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഇപ്പൊക്കെ മനസ്സിലായി തുടങ്ങി, പണ്ട് അങ്ങനെയല്ലല്ലോ. ക്രിയേറ്റ് ചെയ്തത് പോലും നമ്മൾ ഒന്നും നോക്കാതെ ഷെയർ ചെയ്യുന്ന ഘട്ടങ്ങളുണ്ട്. അപ്പോൾ മുഴുവൻ യാഥാർത്ഥ്യമല്ല. അങ്ങനെ ഒരു മെസ്സേജും കൂടെ നമുക്കിതിൽ അതെ വൈറലാവാൻ പറ്റുമല്ലോ, എല്ലാവരും നിമിത്തമാണ് എന്ന് പറയില്ലേ. അതിനുശേഷം ഷോർട്ട് ഫിലിം ചെയ്യാൻ ദുബൈയിലൊരു അവസരം ഉണ്ടാവുകയും കനൽ എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം ചെയ്യുകയും അതിന് ആ നടന് ഒരുപാട് അവാർഡ്, അഷ്റഫ് കിരാലൂർ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്, അയാൾക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുകയും അയാളുടെ നേതൃത്വത്തിൽ ഇന്നഞ്ഞ് താൻ സിനിമ ചെയ്താൽ മതി എന്നും പറഞ്ഞ് ദുബൈയിൽ ചെയ്യാൻ പറ്റുന്നൊരു സിനിമ ഏതാണ് എന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കഥ എൻ്റെ തന്നെ കഥയാണ്, ജീവിതമുണ്ട്. ഞാനത് അവരോട് പറഞ്ഞു. അവരതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി സമീർ എന്ന് പറയുന്നൊരു സിനിമ, ആനന്ദ് റോഷൻ നായകനായിട്ട്. അയാൾ അതിനുവേണ്ടി 24 കിലോ വെയിറ്റൊക്കെ കുറച്ചു. പക്ഷെ അത് പൃഥ്വിരാജിനെ പോലെ അത്രയും ഫേമസ് അല്ലാത്തതുകൊണ്ട് ആരും അധികം അറിഞ്ഞില്ല. പക്ഷേ അത് ആ സിനിമ ദേശീയ അവാർഡിൻ്റെ ഫൈനൽ റൗണ്ടിൽ പ്രിയദർശൻ്റെ മരക്കാർ അറബിക്കട്ടിൻ്റെ സിംഹത്തിൻ്റെ തൊട്ട് താഴെ അവസാന റൗണ്ട് വരെ എത്തി. പിന്നെ അതിന് അവാർഡ് കിട്ടുകയുണ്ടായി. അങ്ങനെ അറ്റം വരെ എത്തി. ആ വർഷത്തെ ഫിലിം ക്രിറ്റിക്സ് അവാർഡൊക്കെ അതിനായിരുന്നു. 4 അവാർഡുകൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ യൂട്യൂബിലുണ്ട്, സമീർ മലയാളം മൂവി. അതിൽ ഈ മഴജാറുടെ വഴി എന്നുള്ള പാട്ട്, ഈ പാട്ട് അതിലെയാണല്ലേ. ഓക്കെ. അതിന് സിനിമയായിട്ട് തിയേറ്ററിലേക്ക് ഇറക്കാൻ പ്ലാൻ ഉണ്ടോ? തിയേറ്ററിൽ വന്നതാണ്. കേരളത്തിൽ കുറേ, അത് കോവിഡ് കാലത്തായിരുന്നു. അതാണ്. അതിനുശേഷം ഞാൻ പിന്നെ ഓസ്ട്രേലിയയിൽ പോയിട്ട് ഗോവിന്ദ് പത്മസൂര്യ നായകനായിട്ടുള്ള മനോരാജ്യം എന്ന് പറയുന്ന സിനിമ ചെയ്തു. പൂർണ്ണമായും മെൽബണിൽ ചിത്രീകരിച്ച ആദ്യത്തെ സിനിമയാണ് ഓസ്ട്രേലിയയിൽ. നവാസ് വള്ളിക്കുന്ന് ഗൂഗിളിനൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ മനോരമ മാക്സിലുണ്ട്. അതിനുശേഷം ഇപ്പോൾ കുട്ടൻ്റെ ഷിനിഗാമി എന്ന പേരിൽ ഇന്ദ്രൻസിനെയും ജാഫർ ഖാനെയൊക്കെ വെച്ചുകൊണ്ട് അവർ രണ്ടുപേരും നായകന്മാരാക്കിയിട്ട് ഇപ്പോൾ അത് 2 മാസം 3 മാസം ആയിട്ടുള്ളൂ തിയേറ്ററിൽ നിന്ന് പോയിട്ട്. അപ്പോൾ അടുത്ത വർക്കിന് എഴുതുന്നു. ഇനിയും ഒത്തിരി വർക്കുകളുണ്ട് നമുക്ക്. അതുപോലെ നോവലുകൾ ഒരു 14ഓളം പുസ്തകങ്ങളായി ഇപ്പോൾ. ആ ഒരു വഴിക്ക് അങ്ങനെയും പോകുന്നുണ്ട് ഒരുപാട്. അപ്പോൾ നമുക്ക് ഈ കഥകൾ കയ്യിൽ നിന്ന് പോവാതിരിക്കാനും ധൈര്യമായിട്ട് പറയാനും നമ്മുടെ കയ്യിൽ സിനിമയ്ക്ക് പറ്റുന്ന കഥകൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ നോവൽ എഴുതിയാൽ പ്രസിദ്ധീകരിക്കാൻ ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ ആദ്യം നോവൽ രൂപത്തിലാക്കും. അതിനുശേഷം അതിൻ്റെ തിരക്കഥ രൂപത്തിലാക്കി ശ്രീനിവാസൻ പറഞ്ഞ പോലെ തിരക്കഥയുണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ കഥയും തിരക്കഥയും സംഗീതവും എല്ലാം ഓൾ ഇൻ വൺ ആണ്. അപ്പോൾ അങ്ങനെ ജീവിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുക. അപ്പോൾ കുട്ടൻ്റെ ഷിനിഗാമിയിൽ ഞാൻ സംഗീതം കൊടുത്ത പാട്ട്, ജാഫർ ഇടിക്ക് പാടിയൊരു പാട്ടുണ്ട്. ചില സിനിമകളിൽ അങ്ങനെയും ചെയ്യുന്നുണ്ട്. തിരക്കഥ, സംഭാഷണം, ഗാനരചന, സംവിധാനം. ഇപ്പോൾ 3 സിനിമയുടെയും ചെയ്തു. എന്താ പറ്റണതൊക്കെ ചെയ്യാം. അഭിനേതാവായിട്ടും ചെറുതായിട്ട് മുഖം കാണിക്കാറുണ്ട്. അടിപൊളി അഭിനയമായിരുന്നു. അതെ. ഞാൻ കുന്നംകുളത്ത് അങ്ങാടി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, മീഡിയ വണ്ണിൽ. അത് ഞാൻ എഴുതിയിരുന്നത്. നമ്മുടെ നിയാസ്, മണി ഷൊർണൂരൊക്കെ അഭിനയിച്ചിരുന്നു. അതിലൊക്കെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ മുഖം കാണിക്കാറുണ്ട്. അങ്ങനെ ഒന്നിലൊന്നും അങ്ങോട്ട് ഉറപ്പിച്ചിട്ടില്ല. നമുക്ക് മറ്റുള്ളവർക്കൊക്കെ വേറെ ജീവിതമാർഗം ഉണ്ടെങ്കിൽ ഇതൊരു മറ്റൊരു 2ാം ഘട്ടമല്ലേ, നമുക്കിത് മാത്രമാണ് ജീവിതം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അതൊക്കെ ചെയ്യാം. പേന കൊണ്ട് ആധാരം ഒഴികെ എന്തോ എഴുതാമെന്ന് കൊണ്ട് നടക്കുകയാണ് സത്യം പറഞ്ഞാൽ. ആരും ഒന്നും അയ്യെന്ന് പറയിച്ചിട്ടില്ല.
ശ്രമം നടക്കുന്നു. അടിപൊളി കാര്യങ്ങളാണ്. നല്ല നല്ല ഇപ്പം പാരഡി ഗാനങ്ങൾ മുതൽ ഇപ്പൊ സിനിമ വരെ എത്തി നിന്നില്ലേ. ഇനി വേറെ എന്തെങ്കിലും വെറൈറ്റി ഇപ്പോഴത്തെ പിള്ളേർക്ക് വേണ്ടിയിട്ട്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും? ഇപ്പോഴത്തെ ഇറങ്ങാൻ പോകുന്ന ഡിങ്കന്റെ പാട്ട് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പാട്ട്. അതായത് നമ്മൾ അങ്ങനെ അപ്ഡേഷൻ ആയിരിക്കണമല്ലോ, 2K സെക്ഷൻ ആയിരിക്കണം, അല്ലാണ്ട് പഴഞ്ചൻ എന്നുള്ള പേര് വരുത്താൻ പാടില്ല. അപ്പോൾ എൻ്റെ മകൻ അവനാണ് അതിനെ ശ്രദ്ധിക്കുക, ആ ട്രെൻഡ് എന്താണ് അതിനനുസരിച്ച് നമ്മൾ അപ്ഡേഷൻ ചെയ്യണം. അപ്പോൾ സാഹിത്യമുള്ളവർക്ക് സാഹിത്യം, അല്ലാത്തവർക്ക് വേണ്ട. കടലിലെ മീനുകൾക്ക് തണുപ്പ് സഹിക്കാതായാൽ ഉടുപ്പ് എവിടെ, ചുറ്റാൻ പുതപ്പ് എവിടെ എന്നാണ് ആദ്യത്തെ വരി. ഭയങ്കര ചോദ്യമല്ലേ? ശരിയാണല്ലേ, കുറച്ച് ആലോചിക്കേണ്ട കാര്യമാണ് അതൊക്കെ. കരയിലെ മാനുകൾക്ക് ഇടയ്ക്കൊന്ന് യാത്ര പോകാൻ കാർ എവിടെ, ഓരുടെ കയ്യിൽ പണം എവിടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിട്ട്, ഭീകര ചോദ്യങ്ങളായിട്ടുള്ള പാട്ട് ഇറങ്ങാൻ പോവുക. എന്ത് വഴിയിൽ വേണമെങ്കിൽ ചെയ്യാമെന്ന് പാട്ട്. അതുപോലെ ശാസ്ത്രീയമായിട്ടോ നമ്മൾ ഒരു ട്രെൻഡ് പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ചെയ്യൂന്ന് പറയാൻ പറ്റില്ല. ആ രീതിയിലല്ലാതെ പോയാലേ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ കാലത്തിനൊപ്പം ഓടണം. അത് ഈ ജാക്കി ജാൻ്റെ ഒരു സിനിമയിലുണ്ട്, കുറേ ഇഷ്ടികകൾ ഇങ്ങനെ വെച്ചിട്ട് ജനങ്ങളുടെ മുന്നിൽ ഒറ്റയടിക്ക് അങ്ങ് അടിച്ച് പൊടിക്കും. നെക്സ്റ്റ് കട്ട് എന്താണെന്ന് അറിയാം, അയാൾ അകത്ത് പോയിട്ട് കൈ വേദനിച്ചിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നതാണ്. പക്ഷേ ഈ കൈ വേദനിക്കുന്നത് പുറത്തുള്ളവർ അറിയണമെന്നില്ല. മനസ്സിലായി? നമ്മളെപ്പോഴും അതിനനുസരിച്ച് അപ്ഡേഷൻ ആയിരിക്കണം. നമ്മൾ എവിടെ പോയാലും എൻ്റെ ഒരു പ്രകൃതം വെച്ചുകൊണ്ട് ജീവിതത്തിലെ എന്ത് വേദനകളെയും നമ്മൾ മാറി നിന്ന്, ഇപ്പം ചുരുക്കി പറഞ്ഞാൽ വീട്ടിൽ വെള്ളം കയറി എന്ന് പറഞ്ഞില്ലേ, ഒരുപാട് പേരുടെ വീട്ടിൽ കയറിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ വെള്ളം കയറിയത് മാറി നിന്ന് ഷൂട്ട് ചെയ്തിട്ട് അത് ഷോർട്ട് ഫിലിം ആക്കിയിട്ട് 65,000 രൂപ സമ്മാനം വാങ്ങിച്ചു. 10,000 രൂപ മുഖ്യമന്ത്രിയുടെ കിട്ടിയുള്ളൂ, ബാക്കി ഞാൻ സമ്മാനം വാങ്ങിച്ചത്. കാരണം ആ വെള്ളം പൊങ്ങിയത് മുഴുവൻ എടുത്ത ശേഷം ചീറ്റ് ചെയ്തിട്ട് 2 കുട്ടികൾ ആ വീട്ടിലേക്ക് കയറി വരുന്ന വെള്ളത്തിൻ്റെ വേറെ റൂട്ട് ചെയ്ത് വെള്ളമില്ലാത്ത സമയത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് കഥ പോലെ ഉണ്ടാക്കിയിട്ട് അത് യൂട്യൂബിലുണ്ട്. മനസ്സിലായി? ചങ്ങാതിപ്പൊതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എന്ത് വേദനകളുണ്ടെങ്കിലും അതിനെ മാറി നിന്ന് കാണുകയും, ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ആദ്യത്തെ വീട് എന്ന് പറഞ്ഞില്ലേ, അവിടെ കുഴൽക്കിണർ കുത്താൻ വേണ്ടി ശ്രമിച്ചു. കുഴൽക്കിണർ കുത്തുമ്പോൾ ഞാനവിടെ ഇല്ല. വൈകുന്നേരം ഒരു 5 മണിക്കാണ് കുഴൽക്കിണറിന് മെഷീൻ വന്ന്. അപ്പം ഞാൻ എറണാകുളത്താണ്. ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചു ചോദിക്കുകയാണ് എന്തായി. അപ്പോൾ അവൾ പറയാണ് കുഴിച്ചു തുടങ്ങി, ഇപ്പം എന്തായി, കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 50 അടി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, നല്ല പൊടിയാണ്, അച്ഛനൊന്നും വരാൻ പറ്റുന്നില്ല, റോഡിൻ്റെ അപ്പുറത്ത് നിൽക്കുകയാണ്, കുട്ടികളൊക്കെ അവിടെ. അങ്ങനെ ഞാനിങ്ങനെ കുറച്ച് പരുങ്ങും, എന്നിട്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങും, എന്നിട്ട് വീണ്ടും ചെന്നിട്ട് ഹലോ എന്തായി, ഇപ്പോൾ കുറച്ചും കൂടി വെള്ളം കാണും തോന്നുന്നു. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു എത്ര അടിക്കുക അവിടെ വെള്ളം കാണുക, ഏകദേശം എടാ ഒരു 100 അടി ആകുമ്പോഴേക്കൊക്കെ കാണും. അങ്ങനെ രാത്രി 9 മണി, 10 മണി, 11 മണി. കുറേ കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് റിങ് ചെയ്യുമ്പോൾ കിടുക്കിടുക്കിടു, അപ്പോൾ ഞാൻ ഓഫ് ചെയ്യും. കാരണം ഹലോ എന്ന് പറയണേക്കാൾ മുന്നേ ഈ മോട്ടറിൻ്റെ ശബ്ദം കേൾക്കുക. പിന്നെ 12 മണിയായപ്പോൾ അവർ വൈഫ് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അവർ കൊണ്ടുവന്ന പൈപ്പ് മുഴുവൻ തീർന്നത്രേ, ഇനി എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അതായത് വെള്ളം കിട്ടിയില്ല. ചുരുക്കി പറഞ്ഞാൽ 1,00,000 രൂപയോളം അന്നത്തെ കാലത്ത് നഷ്ടപ്പെട്ടു. ഞാൻ തിരിച്ചു വന്ന് വീട്ടിലിരിക്കുമ്പോഴാണ് ഈ ഗൾഫിൽ നിന്ന് ഈ അഷ്റഫ് വിളിച്ചു ചോദിക്കുന്നത്, നിങ്ങളുടെ ഷോർട്ട് ഫിലിമൊക്കെ കാണാറുണ്ട്, ഞാൻ വന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, ഞാൻ ഗൾഫിലേക്ക് വരാം, പക്ഷേ എനിക്ക് 1,00,000 രൂപ വീട്ടിൽ തരണം. അതെന്താ വേണം, അങ്ങനത്തെ കണ്ടൻറ്റാണ്. ആണോ, അന്ന് എന്നെ ഷാർജ കൊണ്ടുപോകാം. ഇയാളെ പരിചയമില്ല. ഷാർജയിലെത്തി, അയാളെ റൂമിലിരുത്തി ക്യാമറ വെച്ചിട്ട് ഇതേ സാധനം ഞാൻ ഷൂട്ട് ചെയ്തു. കനൽ എന്ന് പറഞ്ഞിട്ട് അയാൾ നാട്ടിലെ വൈഫിന് ഫോൺ വിളിക്കുന്നത്, നാട്ടിൽ കുഴൽക്കിണർ കുത്തുന്ന അന്ന്. ഇതിൻ്റെ എല്ലാ ഫീലും ആ മനുഷ്യൻ എടുത്തു. ആ ഷോർട്ട് ഫിലിം കണ്ടു നോക്കണം, യൂട്യൂബിലുണ്ട്. കനൽ മലയാളം മൂവി നടിച്ച. കാരണം ആ ഒരു മാനസിക അവസ്ഥ ഉണ്ട്, ഇയാളെ മാത്രം വെച്ചുകൊണ്ട് ചിത്രീകരിച്ചതാണ്. അതാണ് ഞാൻ സിനിമയിലേക്ക് വരാൻ കാരണം എന്ന്. അപ്പോൾ പറഞ്ഞു വരുന്നത്, എന്ത് വേദനകളുണ്ടെങ്കിലും ജീവിതത്തിലെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ നമ്മൾ മാറി നിന്ന് കാണാൻ ശ്രമിച്ചാൽ അതൊക്കെ നമ്മുടെ കാമ്പായിട്ട് മാറും എന്നാണ് എൻ്റെ ഒരു തിയറി. എന്തിനേയും മാറി നിന്ന്, ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ അച്ഛനും അമ്മയും വഴക്കൂടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടാവും. ഞാൻ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാനൊക്കെ പോകും, കുട്ടികളോട് പറയും നിങ്ങളതൊരു സീരിയലിലെ ഒരു എപ്പിസോഡായിട്ട് കണ്ടു നോക്കൂ, നല്ല രസമായിരിക്കും. അല്ലെങ്കിലോ നമ്മൾ കരയും, അതിൽ പെട്ടുപോയില്ലേ, വേണ്ട. അങ്ങനെ നമുക്ക് ജീവിതം മുഴുവൻ മാറാൻ ശ്രമിക്കുകയും ലക്ഷ്യത്തിലേക്ക് നമ്മുടെ മൈൻഡിനെ, ഒരു അച്ഛനും ഒരു മുത്തച്ഛനും ഒരു കുട്ടിയും കൂടി ഒരു കുന്ന് കയറാൻ പോയൊരു കഥയുണ്ട്, കേട്ടിട്ടുണ്ടോ? ഒരു മുത്തച്ഛനും ഒരു കുട്ടിയും കൂടിയിട്ട് കുന്നത്തേക്ക് ഇങ്ങനെ കയറുക.
അപ്പോൾ കുട്ടി നല്ല സ്പീഡിൽ പോകുന്നുണ്ട്, മുത്തശ്ശൻ പതുക്കെ. അപ്പം കുട്ടി തിരിഞ്ഞു വന്നിട്ട് പറഞ്ഞു, മുത്തശ്ശ നിങ്ങളതിൻ്റെ മുകളിലേക്ക് എത്തുമോ? അപ്പം മുത്തശ്ശൻ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ മനസ്സ് ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ട്, പിന്നെ ശരീരമല്ലേ പതുക്കെ എത്തിക്കോളും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാധാരണ വീട്ടിലുള്ള സിനിമ എന്തെന്ന് പോലും അറിയാത്ത ഒരു ക്യാരക്ടർ ഒരു സിനിമ, ഒരെണ്ണമല്ല 3 സിനിമ ഇപ്പോൾ സംവിധാനം ചെയ്തു. ഞാൻ പറയുന്നത് വലിയ കാര്യമായിട്ടല്ല, പക്ഷേ അതിന് സംവിധാനമുള്ള ഒരാൾക്കാർക്ക് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സ്വപ്നം കണ്ടു, കൊതിച്ചു, ആ കൊതിയുടെ ഭാഗമായിട്ട് അങ്ങോട്ട് ടൈറ്റായിട്ട് അങ്ങോട്ട് പോയിക്കോളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതല്ലെങ്കിൽ നമ്മളെവിടെ എത്തില്ല. നമുക്കൊക്കെ പറ്റുമോ, എന്താ ചെയ്യാൻ പറ്റുക എന്നൊന്നും ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല. ശ്രമിക്കുക, അണിയറ പ്രവർത്തനം നന്നായി ചെയ്യുക, നന്നായി വായിക്കുക. ഞാൻ ഉപദേശിക്കില്ല കേട്ടോ, എനിക്ക് പറയാനുള്ള അസലായിട്ട് വായിക്കണം. ഇപ്പോൾ കൃഷ്ണഭക്തിഗാനം എഴുതണം എന്ന് പറയും, ശിവൻ്റെ ഭക്തിഗാനം. അപ്പോൾ കൃഷ്ണൻ്റെ പര്യായം ഏതാ, ശിവൻ്റെ പര്യായം ഏതാന്ന് നമുക്കറിയണം. ഈ ചരിത്രം ഏകദേശം ഒരു ധാരണ വേണം, അല്ലെങ്കിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവർ റെക്കോർഡ് ചെയ്യാൻ തീരുമാനിക്കുക. അതിൽ ചില വാക്കുകൾ ഇപ്പോൾ ഇത് ശിവൻ്റെ ആണോ ബ്രഹ്മാവിൻ്റെ ആണോ വിഷ്ണുവിൻ്റെ ആണോ എന്ന് അവരെന്നോട് ചോദിക്കുന്നതിന് ചോദിക്കില്ല. കാരണം അയാൾ കൃത്യമായിട്ട് ചെയ്യുന്നുള്ള ആത്മവിശ്വാസം വേണം. അതിന് നമ്മളെന്ത് ചെയ്യണം? അണിയറയിൽ ഇതൊക്കെ റെഫറൻസ് എഴുതി വായിച്ച് പഠിച്ചു വെക്കണം. അപ്പോൾ പിന്നെ ധൈര്യം വരും. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇത്രയും നേരം കഥ പറഞ്ഞപ്പോഴും ഞാൻ മുഖത്ത് ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ഒരു പുഞ്ചിരി. എല്ലാ കാര്യത്തിനും എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പറയുകയാണെങ്കിലും ആളുടെ മുഖത്ത് ഒരു ചിരിയുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും ഒരു ചിരിയോടുകൂടി നേരിട്ട് വിജയിച്ച ഒരു വ്യക്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക്, അല്ലേ? ചിരിക്കാൻ ആ ഒരു എന്തിനാണ് നെഗറ്റീവ് അടിച്ചിട്ട് കാര്യമുള്ളൂ? നമ്മൾ പോസിറ്റീവായിട്ട് നമ്മുടെ വളരെ ആഹ്ലാദത്തോടെ എന്തിനേയും ഓരോ നിമിഷത്തെയും കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും ടെൻഷനുകളില്ലാത്ത ജീവിതമില്ല. ചില ആൾക്കാരൊക്കെ ദാരിദ്ര്യം ദുരിതമൊക്കെ പറയാൻ നിൽക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് എനർജിയിൽ വരിക. നമ്മളെന്തിനാ അത് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമുക്ക് അയാൾക്ക് വല്ല ഗുണമുണ്ടോ? നമ്മളെന്തെങ്കിലും സഹായിക്കുമോ? അവർക്ക് അതിലാണ് തൃപ്തി വരുന്നത്. നമ്മളത് പറയാതിരിക്കുക, അല്ലെങ്കിൽ പരമാവധി ചിരിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ എന്താവും, ആ ആളെ വീണ്ടും നമുക്ക് കാണണം തോന്നും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളൊരു മനസ്സ് കാണിച്ചാൽ മതി. കുറേ കഥകളുണ്ട്, നമുക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ്. ചെറിയ ചെറിയ കുഞ്ഞനുഭവങ്ങൾ, ചെറിയ നേരം പോക്കുകൾ. ഞാൻ ആദ്യമായിട്ട് കഥ എഴുതാൻ തുടങ്ങിയതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ തമാശകളുണ്ട്. പക്ഷെ അത് സന്ദർഭം ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പറയാമെന്ന് വെച്ചിട്ടാണ്. ഇനി വീട്ടിൽ നിന്ന് ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു സപ്പോർട്ട് ഉണ്ടായിരുന്നു? എങ്ങനെ എഴുതാൻ ചെറുപ്പം തൊട്ടേ എഴുതുമായിരുന്നോ? എൻ്റെ മുത്തശ്ശൻ എന്തോ കഥ പറയും. മീൻ പിടിക്കാൻ പോകുന്ന ആളാണ്. ആൾ മീൻ പിടിച്ചു വന്നിട്ട് കസേരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കഞ്ഞിവെള്ളം കുടിച്ചിട്ട്, 2 തരം കഞ്ഞിവെള്ളം ഉണ്ടാവും. ഒന്ന് ആടിന് കൊടുക്കാനും ഒന്ന് മുത്തശ്ശന് കിട്ടാനും. ആടിന് കൊടുക്കുന്ന കഞ്ഞിവെള്ളത്തിൽ പിണ്ണാക്കിടും, മുത്തശ്ശന് പിണ്ണാക്കിടില്ല. അതായത് അമ്മായിയാണ് കൊടുക്കുക. അപ്പോൾ അത് കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇന്ന് ഞാൻ വരുന്ന വഴി എന്നും പറഞ്ഞിട്ട് തുടങ്ങും. എങ്ങനെയെങ്കിലും ഒരു കഥ. അപ്പോൾ അത് കേൾക്കാനൊരു കൗതുകം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതിൻ്റെ ഒരു രാഞ്ജന. അച്ഛൻ അങ്ങനത്തെ ഒരു ചിന്ത ഒന്നുമില്ല. അപ്പോൾ എനിക്കും എന്ത് കാര്യം പറയാൻ ആ രീതിയിൽ പറയാനൊരു നല്ല രീതിയിൽ തന്നെ റേറ്റ് ചെയ്യാൻ അറിയണം, കേട്ടിരിക്കാൻ ആ രീതിയിൽ. ഞാൻ ഈ സിനിമകൾ കണ്ടിട്ട്, ആകാശദൂത് കണ്ടിട്ട് CB മലയിൽ സാറിനോട് അതിൻ്റെ എൻ്റെ വേറൊരു തരത്തിൽ പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിനൊരു കഥ പറയാൻ പോയപ്പോൾ, അതായത് ഞാൻ സിനിമ കഴിഞ്ഞിട്ട് വീട്ടിൽ എൻ്റെ കഥ കേട്ടാൽ പിന്നെ സിനിമ കാണണ്ടെന്നാണ് പറയാം. ആ രീതിയിൽ ഞാൻ അതിൻ്റെ മൂഡിൽ പറഞ്ഞു കൊടുക്കും. ആകാശദൂതിൽ എന്താണെന്ന് വെച്ചാൽ ഓർമ്മയുണ്ടോ പടം? അവസാനം ആ കുട്ടികളൊക്കെ, അല്ല അവസാനം 2 കുട്ടികളെ ഒരാൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ. എൻ്റെ കഥയിൽ ആ കാലുകൊണ്ട് വയ്യാത്ത കുട്ടീനെ ആരും കൊണ്ടുപോകുന്നില്ല. അങ്ങനെ ആ കുട്ടി നടന്ന് ഈ അമ്മയുടെ ശവകുടീരത്തിൻ്റെ അവിടെ എത്തിയിട്ട്, അമ്മ എന്നെ ആർക്കും വേണ്ട കേട്ടോ എന്നും കൂടി എൻ്റെ കഥയിൽ ഞാൻ ഉണ്ടാക്കി. മനസ്സിലായോ? അത്രയും ഫീല്. അപ്പോൾ അദ്ദേഹം പറയും, അല്ലെങ്കിൽ അറ്റാക്ക് വരും. അപ്പോൾ അതായത് നമ്മൾ അതിനെ ഒരു സബ്ജക്റ്റ് കാണുമ്പോൾ അതിനെ ഇത്രയും കൂടി ഇങ്ങനെ ആക്കിയാലോ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ നമ്മുടേതായ ഒരു അവതരണ രീതി ഉണ്ടാവും. അങ്ങനെയാണ് കഥകൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സമീറിലേക്ക് തിരിച്ചു വരാം. അതിനകത്ത് തക്കാളി കൃഷിയാണ് ചെയ്യുന്നത്. തക്കാളി എന്നിട്ട് എറിഞ്ഞു കളയാണ്. അത് ശരിക്കും അപ്പോൾ കൃഷി ചെയ്യുന്നത് എന്തിനായിരുന്നു? അറബികളെ കൃഷി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അറബികളെ കൃഷി പഠിപ്പിക്കാൻ? അവർക്ക് പച്ചപ്പ് കാണാനുള്ളൊരു സന്തോഷം. മാത്രമല്ല ഇടവിളയായിട്ട് ഈ ഈത്തപ്പനകൾ വളർന്ന് വലുതാവുന്നുണ്ട്. പിന്നെ എറിഞ്ഞു കളയാൻ കാരണം, അതുപോലെ 100 കണക്കിന് തോട്ടങ്ങളിൽ ഒരുമിച്ച് അങ്ങ് പഴുക്കും. ലോഡ് കണക്കിന് തക്കാളി. അപ്പോൾ അത് ലോറിയിൽ കയറ്റിയിട്ട്
വലതിയ എന്ന് പറയും, മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുപോയി തൂക്കം നോക്കും. അതിനുശേഷം ഇത്ര രൂപ ആ ഗവൺമെൻറ് അറബിക്ക് ചെക്ക് എഴുതി കൊടുക്കും. അതിനുശേഷം ആ ലോഡ് തിരിച്ചു കൊണ്ടുപോകാം. പക്ഷേ നമ്മുടെ ആൾക്കാരല്ലേ, ഇന്ത്യക്കാർ, അവർ ഈ ലോറി തിരിച്ച് ഇതേ വഴിയിലൂടെ വീണ്ടും തൂക്കം നോക്കാൻ കൊണ്ടുവരും. ഒരൊറ്റ ലോഡ് തന്നെ 2 or 3 തവണ ക്യൂ നിർത്തി തൂക്കം നോക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞു തൂക്കം നോക്കി ഇനി കൊണ്ടുപോകണ്ട, വലിച്ചെറിഞ്ഞോളാൻ. അങ്ങനെ ലോഡ് തട്ടിക്കളയൽ തുടങ്ങി. അങ്ങനെ ഇഷ്ടംപോലെ തക്കാളി താഴെ വീണ് കണ്ണത്താ ദൂരത്തോളം ചുമന്ന പരവതാനി വിരിച്ച പോലെ തക്കാളി. കുറേ കഴിഞ്ഞാൽ തക്കാളി പുഴ ഒഴുകും, അതിൽ നിന്നൊക്കെ നീര് വന്നിട്ട്. കുറച്ച് നാൾ കഴിഞ്ഞാൽ അതിൽ നിന്ന് തക്കാളിയിൽ നിന്ന് ഈച്ചകൾ, മേഘം മറച്ചുകൊണ്ട് ഈച്ചകൾ പറന്നു വരും. അങ്ങനെയൊക്കെയുള്ള രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് അന്നത്തെ ഒരു പ്രകൃതം. ഇപ്പം അമേരിക്കയിൽ ഗോതമ്പ് അധികമാകുമ്പോൾ കപ്പലിൽ കൊണ്ട് കളയുന്നു, എന്തോ ഒരു ടാലിങ്ങിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. എനിക്ക് അന്ന് അത്ര അറിവേ ഉള്ളൂ. നമ്മൾ കൃഷി ചെയ്യാൻ നമ്മൾ തന്നെ വലിച്ചെറിയാം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അവസാനം അവരെടുത്ത് വലിച്ചെറിയുമ്പോൾ അതെ അതെ അതെ, അത് നമ്മൾ തന്നെ വലിച്ചെറിയണം. വലിച്ചെറിയുമ്പോൾ ഉള്ള രസം എന്താണെന്ന് വെച്ചാൽ നല്ല തക്കാളി വലിച്ചെറിയാവൂ. കേടുവന്നത് വലിച്ചെറിഞ്ഞാൽ പോലീസ് പിടിക്കും. കാരണം കേടുവന്നതോ പുഴുക്കുത്തു വന്നതോ ഒന്നും കളയാൻ പാടില്ല. അതപ്പോൾ എന്ത് ചെയ്യും? അല്ല, അത് കൃഷി ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല, വൃത്തിയായിട്ട് നോക്കി നല്ല തക്കാളിയേക്ക് വലിച്ചെറിഞ്ഞോളൂ, അപ്പോൾ പൈസ തരാം. അതാണ്. നല്ല തക്കാളി വലിച്ചെറിയുമ്പോൾ പൈസ തരും. കേട് വന്നത് കളയാൻ പാടില്ല, കേട് വരാൻ പാടില്ല എന്നർത്ഥം. പുഴുക്കുത്തു വന്ന തക്കാളി തോട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ അറിയില്ല എന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് ഉള്ളത് വൃത്തിയാക്കി കളഞ്ഞോളൂ, അതാണ്. അപ്പോൾ അത് ജനങ്ങളെ അറിയിക്കണം. അപ്പോൾ ഇന്നസെൻ്റ് മറ്റേ മലയുടെ മുകളിൽ നിന്നിട്ട് ഞാൻ അങ്ങനെ വിളിച്ചു പറയുന്നൊരു കഥ. അതേപോലെ ഇത് ആരെങ്കിലുമൊക്കെ ഒന്ന് അറിയിക്കണ്ടേ, കാരണം ഞാൻ തന്നെ വലിച്ചെറിയാം. അന്ന് എനിക്ക് പറ്റുന്ന കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു. അതും അവരറിഞ്ഞ പ്രശ്നമാണ്, ഭയമുണ്ട്. അന്ന് ചെറിയൊരു ക്യാമറ ഒക്കെ കയ്യിൽ വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ ഈ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഈ തക്കാളി പെട്ടി എടുത്തിട്ട് ലോറിയിൽ നിന്ന് അങ്ങോട്ട് വലിച്ചെറിയുമ്പോൾ അതിലേക്ക് വീണിട്ട് JCB കൊണ്ടാണ് നമ്മളെ പൊക്കി മാറ്റുക. കാരണം അത്രയും കുന്നുകണക്കിന് തക്കാളികളാണ്. 100, 200, 300 കണക്കിന് ലോറികളാണ് ക്യൂ നിൽക്കുക. അത്രയും തോട്ടങ്ങളൊന്നും ഒരുമിച്ച് വരും. മനോഹരമായ കാഴ്ചയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം. അത് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ തണ്ണിമത്തൻ, ഷമ്മാമ് എന്നൊക്കെ പറഞ്ഞിട്ട്, മുൽക്കിയ എന്ന് പറഞ്ഞിട്ട് തരം ചെടി, ഇതൊക്കെ ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കും. അതും ഇങ്ങനെ വലിച്ചെറിയും? അതും വലിച്ചെറിയും. അതിൽ കൃഷി ഉപയോഗിക്കാൻ പാകത്തിനുള്ള തക്കാളി വേറെ തോട്ടങ്ങളിൽ ചെയ്യുന്നുണ്ടാവും. ഇത് എന്താണെന്നറിയോ, ഇത് കൃത്രിമമായിട്ടുള്ള മരുന്ന്, വെള്ളം. ഈ വെള്ളം മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുന്നതിനോടൊപ്പം ലോഡ് കണക്കിന് മരുന്ന്, രാസവളങ്ങളും മിക്സ് ചെയ്തിട്ടാണ് അയക്കുന്നത്. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ സിമൻറ്റ് കുറുക്കിയ വെള്ളം വായിൽ വെച്ച് എങ്ങനെ ഉണ്ടാവും, അതേപോലെ തക്കാളി തിന്നുമ്പോൾ കാഴ്ചയ്ക്ക് തക്കാളി, പക്ഷെ ഉള്ളിലൊന്നും ഒരു ടേസ്റ്റും ഇല്ല. മണ്ണിൽ നിന്നൊന്നും വലിച്ചെടുക്കാനില്ലല്ലോ. അപ്പോൾ കൃഷി എൻ്റെ തോട്ടത്തിൽ ഇത്രമാത്രം ഉണ്ടായി എന്ന് പറയുന്ന ഒരു സന്തോഷമല്ലേ, പച്ചപ്പൊക്കെ, അതിനായിരിക്കാം എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അന്നൊന്നും അറിയില്ല. അതിനോടൊപ്പം ഈ ഈന്തപ്പനകൾ ഓരോ വർഷം വലുതായി അത്യാവശ്യം അവിടെ പച്ചപ്പാവും. അതായത് വെറും മരുഭൂമിയായിരുന്ന സ്ഥലം. അപ്പോൾ ആ തോട്ടം ക്യാൻസലാണ്. പിന്നെ അടുത്ത ഒരു വെറും പച്ചപ്പ് ഇല്ലാത്ത വെറും മരുഭൂമി പതിച്ച് കൃഷി ചെയ്യിക്കും. അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, ശരിയാണോന്നറിയില്ല, ഈ മരുഭൂമിയിൽ പച്ചപ്പ് നിറഞ്ഞ് വരുന്ന ഒരു ബുദ്ധിയുടെ ഭാഗമായിരിക്കാം. ഭാവിയിൽ അവിടെ ഒക്കെ പച്ചപ്പുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമായിരിക്കാം എന്ന് തോന്നുന്നു. ആ സ്ഥലത്തേക്ക് പിന്നീട് പോയി നോക്കിയിട്ടുണ്ടോ? 18 വർഷത്തിന് ശേഷം പോയി. അത് ഒരു ചാനലുകാർ അന്ന് കവർ ചെയ്തിട്ടായിരുന്നു. മനസ്സിലായില്ല. പക്ഷേ അവിടെ സ്വന്തം, അതായത് എത്രയായാലും നമ്മൾ എത്ര വേദന സഹിച്ചാലും വാടക വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് സങ്കടം വരില്ല. നമ്മുടെ എല്ലാ വീട്, പക്ഷെ 2 ദിവസം തങ്ങിയൊരു വീടാണെങ്കിലും നമുക്കൊരു ഫീലില്ലേ എന്ന് പറയുന്ന പോലെ എനിക്ക് എൻ്റെ വീട് പോലെ തോന്നിയ ഒരു സ്ഥലമാണ്. കാരണം അത്ര ഞാൻ അവിടെ നിന്ന്, അത് മാത്രമല്ല, ആ ഒരു നാട്ടിലൊരു പെൺകുട്ടിയെ പ്രേമിച്ച് അവളെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞ് വാക്ക് കൊടുത്ത് പോന്നിട്ട് അവളെ കാത്തിരിക്കുന്ന, അന്ന് ഫോണൊന്നുമില്ല, കത്ത് കാത്തിരിക്കുന്ന 8 കിലോമീറ്റർ നടന്നിട്ട് വേണം ഇവളൊരു കത്ത് വന്നോന്നറിയാൻ. ചെന്ന് നോക്കുമ്പോൾ ഉണ്ടാവില്ല. അങ്ങനെ കുറേ നടന്ന് ഇടയ്ക്ക് ഉള്ളിത്തൊലി കത്ത് എന്നാണ് ഞാൻ പറയാം. ഒരു ഉള്ളിത്തൊലിയുമ്പോൾ കത്ത് എഴുതി അങ്ങനെ ഉണ്ട്, അത്ര എനിക്കിവിടെ സുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 വാക്ക്. മനസ്സിലായി? ഇങ്ങനെയുള്ളൊരു എന്നാലും വേണ്ടില്ല. അതിലൊരു ദിവസം അതിനിടയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കിട്ടി. അതോടെ കൂടി മനസ്സിന് ആ ഫോട്ടോ നോക്കിയിട്ടാണ് പിന്നെ ജീവിച്ചിരുന്നത്. അതാണ് അപ്പുറത്തെ ഒരു ബംഗാളി കൊണ്ടുപോയിട്ട് വാഷ്റൂമിൽ കയറി ഞാനായിട്ട് വഴക്കടിച്ചിട്ട് കൊണ്ടുപോയി കളഞ്ഞ്. അതിൽ ഞാൻ അവനെ മണലിൽ തോർത്തുമുള്ളിൽ കിഴി മണൽ പോലെ കിട്ടി അവനെ അടിച്ച്
അതിലാണ് ഞാൻ പോരേണ്ടി വന്നത്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കാരണം നമ്മുടെ ആകെ പിടിവള്ളിയായിരുന്നു ആ ഫോട്ടോ. അന്നത്തെ ഒരു മൈൻഡ് മനസ്സിലായില്ല. അത് സഹിക്കാൻ വയ്യാത്ത കുറേ അതൊക്കെ സിനിമയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം പോക്കുകളുണ്ട്. കാമുകി കത്തെഴുതിയ പോലെ അമ്മയും കത്തെഴുതിയിട്ടുണ്ടായിരുന്നു. ആമിന ആമിന എന്ന് മാത്രം എഴുതിയിട്ട്. അമ്മയ്ക്ക് അത് മാത്രം എഴുതാൻ. അതിപ്പോൾ വീണ്ടും ആവർത്തിക്കാം. അച്ഛൻ നന്നായി എഴുതും. അപ്പോൾ നാട്ടിലെ വിശേഷം മുഴുവൻ ഒരു 2 പേജ് ഉണ്ടാവും. അത് കഴിഞ്ഞ് അനിയനും അനിയത്തിമാരും എഴുതും. അവസാന പേജ് അമ്മയ്ക്കുള്ളതാണ്. അമ്മയ്ക്ക് എഴുതാൻ അറിയില്ല. ആമിന എന്നുള്ള പേര് മാത്രമേ എഴുതാറിയുള്ളൂ. അപ്പോൾ ആമിന ആമിന നിറച്ച് എഴുതും. അപ്പോൾ അതിൽ എൻ്റെ മോനെ സുഖമല്ലേ, അസുഖം വരാതെ മോനെ കാക്കട്ടെ എന്ന് ഞാൻ വായിച്ചെടുക്കും. അതെല്ലാ പ്രാവശ്യവും ഉണ്ടാവും. ഈ സിനിമയ്ക്ക് വേണ്ടി എൻ്റെ ഉമ്മാനെ കൊണ്ട് അതേപോലെ എഴുതിച്ചിട്ട് അത് ചിത്രീകരിച്ചു. അങ്ങനെ സ്വന്തം ജീവിതം സിനിമയാക്കി എന്ന് പറയാം.